Good morning, friends. It's me, Simon, YouTube channel. It's Simon Varghese, Facebook and Instagram welcomes you all. As usual, മോർണിംഗ് എക്സസൈസ് കഴിഞ്ഞു. ഇന്നൊരു കാര്യമുണ്ട്, ഇന്ന് ഫുൾ സെറ്റ് ഓഫ് എക്സസൈസ് ചെയ്യാൻ പറ്റി. ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വന്നില്ല. പിന്നെ സംശയം ചോദിക്കാനും അഭിപ്രായം പറയാനൊന്നും ആരും എത്തിയില്ല. അതുകൊണ്ട് എനിക്ക് ടൈം കിട്ടി നന്നായിട്ട് എക്സസൈസ്. ഒന്ന് രണ്ട് പേര് വന്നെങ്കിലും പെട്ടെന്ന് ഞാൻ അവരെ സെറ്റിൽ ചെയ്ത് വിട്ടു. നമ്മുടെ മോർണിംഗ് എക്സസൈസ് വീക്ഷിക്കുന്നവരും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവരൊക്കെ സംശയങ്ങൾ ചോദിക്കാനൊക്കെ ഈ വെട്ടിത്തറ വരും. ഞാൻ എന്തായാലും 6 മണി കഴിയുമ്പോൾ ഇവിടെ ഉണ്ടെന്ന് അവർക്കറിയാം. അപ് ടു 7:45 ഇവിടെ ഉണ്ട്, അവർക്കറിയാം. അതുകൊണ്ട് അവർ വരുന്നത്. ഓക്കെ, എനിക്കാവും നമ്മുടെ രാജ്യം അതീവ ദുഃഖത്തിലാണ്ടിരിക്കുന്ന സമയമാണല്ലേ. ടെററിസ്റ്റ് ആക്രമണം, നമ്മൾ ആരുടെ ഒന്നിനും പോകുന്നില്ല. പക്ഷേ നമ്മളെ പ്രചോദിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മളെ പ്രകോപിപ്പിക്കാനോ, പ്രകോപിപ്പിക്കാൻ ആരും ശ്രമിക്കുന്നുണ്ട്. അതിനെ കണ്ടെത്താൻ നമ്മളെ മിടുമിടുക്കന്മാരായ ഓഫീസർമാർ ചാടി ഇറങ്ങിയിട്ടുണ്ട്. കണ്ടെത്തും, അത് ഉന്മൂലനം ചെയ്യും. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് അതിനെ ഉന്മൂലനം ചെയ്യും, തച്ചുടയ്ക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കോ നമുക്ക് രാജ്യത്തിന് എല്ലാ സപ്പോർട്ടും കൊടുക്കാം. പിന്നെ ഇലക്ഷൻ കാലമാണ്, വളരെ ശ്രദ്ധയായിരിക്കണം. നേരിനെയും നുണയും കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കണം. അപ്പം കബളിപ്പിക്കപ്പെടാൻ നമുക്ക് പാടില്ലല്ലേ. ഓക്കെ. കേരളം ഇന്ന് വളരെ ചർച്ച ചെയ്യപ്പെടുന്നൊരു സ്റ്റേറ്റാണ്. ഇപ്പോൾ ഇവിടെ ഒരു വലിയ ആസന്നമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പാണ് തുടർന്നു വരുന്ന വലിയ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടി. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷനിൽ ആര് ജയിക്കുന്നുവോ അവരായിരിക്കാം ഒരു 30-40% അടുത്ത അതിൽ അസംബ്ലിയിലേക്കും വരാൻ. കാരണം പക്ഷെ ഒരു പ്രയാസമുണ്ട്. തദ്ദേശ സ്വയംഭരണം ജയിച്ചുകൊണ്ട് അസംബ്ലി ജയിക്കണമെന്നില്ല. അസംബ്ലി ജയിച്ചുകൊണ്ട് നമുക്ക് പാർലമെൻറ്റ് ജയിക്കണമെന്നില്ല. നമുക്ക് കേരളം തന്നെ ഉദാഹരണം. കഴിഞ്ഞ 9 വർഷമായിട്ട് അതിശക്തമായ ഭരണമായിട്ട് സ്റ്റേറ്റ് നിൽക്കുമ്പോഴും ഇന്ത്യയുടെ ആ ഒരു നിലനിൽപ്പിനെ പ്രതി കേരള ജനത പാർലമെൻറ്റിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്ത് വിടുന്നത് UDF നിന്നാണ് അല്ലേ. അതുകൊണ്ട് നമുക്കങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. എന്നിരുന്നാലും സാമാന്യേന പരിശോധനയിലും വിചാരത്തിലും നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ വിജയം ധരിച്ചാൽ അതിൻ്റെ പ്രതിഫലനം അസംബ്ലിയിലേക്കും ജനപ്പിലും ഉണ്ടാകും എന്ന് മാത്രമാണ്. അങ്ങനെ പറയാൻ കഴിയും, തീർത്ത് പറയാൻ. കേരള ജനത ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, ഹൈലി കൾച്ചേർഡ് ആണ്. മോർ ഓവർ ദേ ആർ ട്രാവലിംഗ് ഓൾ ഓവർ ദി യൂണിവേഴ്സിൽ എല്ലായിടത്തും പോകുന്ന ആളുകളാണ് അവർ. അതുകൊണ്ട് തന്നെ അവരെ ആരും കബളിപ്പിക്കാൻ പറ്റില്ല. നല്ലതിനെ തിരഞ്ഞെടുക്കാനും ചീത്തയായതിനെ തള്ളിക്കളയാനുള്ള വിവേകവും ബുദ്ധിയൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് ചില മാധ്യമങ്ങൾ എത്രമാത്രം പരിശ്രമം നടത്തുന്നത്. അവരുടെ ബിസിനസ് തന്നെ ഈ ഗവൺമെൻറ്റിനെ വിമർശിക്കുക എന്നുള്ളതാണ്. വിമർശിക്കണം, പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വിമർശിക്കും. അതവരുടെ മാധ്യമങ്ങളുടെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നത് കഷ്ടമാണ്. അറിയാവുന്ന ഏതൊരാൾക്കറിയാം കേരളത്തിൽ നടന്നു വരുന്ന കാര്യങ്ങൾ. സംസ്ഥാന സർക്കാരിന് പലതരത്തിലുള്ള ആനുകൂല്യങ്ങളും അവർ പറഞ്ഞതിന് അവരുടെ ഭാഗത്തും കാര്യമുണ്ട്. കേരളം ഒരു ഡെവലപ്ഡ് സ്റ്റേറ്റാണ്. അണ്ടർ ഡെവലപ്ഡ് സ്റ്റേറ്റ്സ് ധാരാളം ഉണ്ട്. അതുകൊണ്ട് വിഭവവും സ്രോതസ്സും അവിടേക്ക് പമ്പ് ചെയ്യേണ്ടതുണ്ട് എന്ന് അവർ പറഞ്ഞാൽ ആർക്കും എതിർക്കാൻ. പക്ഷെ ന്യായമായത് തരണമല്ലോ, അത് തന്നിട്ടുമില്ല. അതൊക്കെ നമ്മുടെ വിഷയമല്ല. ബുദ്ധിരാക്ഷസന്മാരെ നമ്മുടെ ടെക്നോക്രാറ്റുകൾ അതൊക്കെ നോക്കട്ടെ. അഡ്മിനിസ്ട്രേറ്റീവ്സ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് നാടിൻ്റെ വികസനവും ജനക്ഷേമവും നോക്കട്ടെ. അതങ്ങനെ അതിൻ്റെ സൈമിൾട്ടേനിയസ് ആയിട്ട് ബുക്കുള്ളൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. എനിഹാവും നമുക്ക് നമ്മുടെ കൃഷിക്കാരെ പറ്റി പറയാതിരിക്കാൻ കഴിയില്ല. ഞാനിപ്പോൾ ഈ കൃഷിപ്പാടങ്ങളെല്ലാം കണ്ടുകൊണ്ടാണ് രാവിലെ നടക്കുന്നത്. അപ്പുറത്ത് വിതച്ചു,
6-7 ദിവസമായി. അവരും ഹാപ്പിയാണ്, നന്നായിട്ട് പോകുന്നു. ഇവിടെയും എന്തായാലും ഉള്ള ഈ പാടങ്ങളൊക്കെ ഒരിക്കലും ഒരു നശിച്ചു പോകുന്ന സ്ഥിതിയില്ല. ദൈവത്തിൻ്റെ പാടങ്ങളായിട്ടാണ് നിൽക്കുന്നത്. എല്ലാം നല്ല അനുഗ്രഹപ്രദമാണ്. കർഷകരും സന്തോഷമാണ്. ഓക്കെ, ഒരു നാടിൻ്റെ ഒരു പ്രത്യേകത പ്രതിഫലനം അവിടുത്തെ കൃഷിക്കാർ സന്തുഷ്ടരാണെങ്കിൽ ആ രാജ്യം സന്തുഷ്ടമായിരിക്കും. കാരണം ഏതൊരു രാജ്യത്തും കൂടുതൽ ആളുകളും ഏർപ്പെട്ടിരിക്കുന്നത് കൃഷിയിലായിരിക്കും. എസ്പെഷ്യലി ഇന്ത്യ കർഷകരുടെ രാജ്യമാണ്, കാർഷിക പ്രാതിനിധ്യ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ കൃഷിക്കാർ സന്തുഷ്ടരാണെങ്കിൽ അവർ ആ സംസ്ഥാനം സന്തോഷിക്കുന്ന സംസ്ഥാനമാണെന്ന് പറയാൻ കഴിയും. ഇപ്പോൾ റബ്ബറിന് തന്നെ താങ്ങുവില 200 രൂപ വന്നിരിക്കുന്നു, നെല്ലിന് താങ്ങുവില 30 രൂപ വന്നിരിക്കുന്നു. ഗുഡ് മോർണിംഗ്. നന്നായിട്ട് പോകുന്നു. അപ്പോൾ അത് കാണിക്കുന്നത് നമ്മുടെ ആ ഒരു സന്തോഷത്തിൻ്റെ കാര്യമാണ്. ഇപ്പോൾ ഇവിടെ വരുന്ന കുറച്ച് അന്യസംസ്ഥാന തൊഴിലാളികളാണ് വരുന്നത്, അവരും ഹാപ്പിയാണ്. ഗുഡ് മോർണിംഗ് എവരി വൺ, ഹാവ് എ നൈസ് ഡേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാനിവരെയൊക്കെ സ്നേഹിക്കുന്ന ആളാണ്. എന്താണെന്നറിയോ, നമ്മുടെ ആശാന്മാർ മിഡിൽ ഈസ്റ്റിലും ഷെങ്കൻ കൺട്രീസിലും യൂറോപ്പിലും US-ലും കാനഡയിലുമൊക്കെ ഇതുപോലെ പോയി ജോലി ചെയ്യുന്നവരാണ്. ഹലോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പം അത് നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. ഇവരിവിടുന്ന് നാട്ടിലേക്ക് സന്തോഷത്തോടെ ചാടിത്തുള്ളി പണം ബാങ്കിലൊക്കെ ചെന്ന് കാണണം, ATM-ൽ അവരിങ്ങനെ പണം അയക്കുന്നതൊക്കെ. അതുപോലെ നമ്മുടെ അച്ചായന്മാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വയ്ക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇവരെ നമുക്ക് സ്നേഹിക്കാൻ. എന്നാൽ അവരിലെ ക്രിമിനലുകളുണ്ട്, അവരെ പിടിച്ച് പോലീസിൽ കൊടുക്കണം. നമ്മുടെ ആളുകളും അന്യനാട്ടിൽ പോയി ശിക്ഷിക്കപ്പെടുന്നില്ല. കുറ്റങ്ങളിൽ ഏർപ്പെട്ട ശിക്ഷ ഉറപ്പായിട്ടും വരും. എനിഹോ ഒരു സ്വച്ഛ ഭാരത് സൃഷ്ടിക്കാൻ നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. അതുപോലെ നമ്മുടെ ഒരു അടിപൊളി സംസ്ഥാനത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രവർത്തിക്കാം. പിന്നെ കണ്ടുവരുന്നൊരു പ്രവണത, നമ്മുടെ നാട്ടിൽ മുതിർന്ന അംഗങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്ന കാലമാണിത്. കാരണം നമ്മുടെ യൂത്തന്മാരെല്ലാം പഠനത്തിന് വേണ്ടി, ഉപജീവന മാർഗത്തിന് വേണ്ടി, കൂടുതൽ സുരക്ഷിതവും സന്തോഷമായ രാജ്യങ്ങളിൽ ജീവിക്കാൻ വേണ്ടി ചാടിപ്പോയിക്കൊണ്ടിരിക്കുക. ജാതി മത ഭേദമന്യേ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. ഏറ്റവും കൂടുതൽ ആൾ പോകുന്നത് ബീഹാറിൽ നിന്നാണ്. ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോട് കൂടിയാണ് പോകുന്നത്. അത് അവരെ കൂടെ ഉയർത്തിക്കൊണ്ട് വരണമല്ലോ. എന്നും പട്ടിണിപ്പാവങ്ങളായിട്ട് അവർ കഴിഞ്ഞാൽ പോലെ അങ്ങനെ ഒരു സംസ്ഥാനത്തിൻ്റെ പേര് പറയുന്നില്ല. അങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. കേരളത്തിൽ നിന്ന് പോകുന്നത് ഹൈലി എഡ്യൂക്കേറ്റഡ് വൺസ് ആയതുകൊണ്ട് അവരെപ്പോഴും ടോപ്പ് ലെവലിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതും നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ബദ്ധസ്ഥരാകാൻ നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കാം, നമ്മുടെ യുവാക്കളെ ശ്രദ്ധിക്കാം. കുട്ടികൾക്ക് അതിനൂതനമായ വിദ്യാഭ്യാസം കൊടുക്കണം. അവർക്ക് ഇപ്പോൾ തന്നെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നല്ല പരിശീലനം കൊടുക്കണം. എല്ലാവരും പരിശീലിച്ച് അമേരിക്കയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇനിയെങ്കിലും സ്പീഡിൽ വരണം. നമ്മുടെ സ്കൂളിലാണെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ സംബന്ധിച്ച് ക്ലാസ്സുകൾ വേണം, പഠിപ്പിക്കണം. വെറുതെ കമ്പ്യൂട്ടർ പഠിച്ചിട്ട് ഇനി കാര്യമില്ല. നമ്മൾ ഒരു കാളയെ കൊണ്ട് കയറ്റം കയറിപ്പിക്കുന്നതും ഒരു ഏസിൽ സാധനം കയറുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ കമ്പ്യൂട്ടർ വേണം, പക്ഷേ ബേസിക്കായിട്ട്. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ അതിനൂതനങ്ങളായ മാർഗങ്ങളിലേക്ക് നമ്മൾ തിരിയേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികൾ എവിടെ പോയാലും പിടിച്ചു നിൽക്കണം, ഉയർന്നു വരണം, അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലേക്ക് വരണം. അപ്പോൾ അഡ്മിനിസ്ട്രേഷനും കൊടുക്കണം, അവന് ക്രയശേഷി വർദ്ധിപ്പിക്കാനുള്ളതും കൊടുക്കണം, അവന് ഫിസിക്കും കൊടുക്കണം. ഇതെല്ലാം നേടിയിട്ട് അവൻ പൊസിഷനിൽ പോയിരുന്നു, കുഴഞ്ഞു വീണ് മരിച്ചു പോയില്ലേ. അപ്പോൾ അവന് ഫിസിക്കും കൊടുക്കണം. അവനെ ഒരു സർവകലാ വല്ലഭൻ എന്നൊക്കെ പണ്ട് പറയുന്ന പോലെ ആക്കിയെടുക്കണം. നല്ല ഹെൽത്ത് വേണം, എഡ്യൂക്കേഷൻ വേണം, ടാലൻസ് വേണം, നൈപുണ്യം വേണം. അങ്ങനെയുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ നമ്മുടെ സർക്കാർ ശ്രമിക്കണം. നമ്മുടെ കുട്ടികൾക്ക് അതനുസരിച്ചുള്ള പരിശീലനം കൊടുക്കണം. നമ്മുടെ യുവാക്കൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും കൂടുതൽ അവസരവും കൊടുക്കണം. യുവാക്കൾക്ക് ഇപ്പോൾ ഒരു സപ്പോർട്ട് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നു, വളരെ നല്ലതായിപ്പോയി. കേവലം 1000 രൂപയാണെന്ന് പറയാൻ ചെറിയ കാര്യമൊന്നുമല്ല. അവർക്ക് ഒരു ചായ കുടിക്കാൻ
അപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ തലമുറി നിൽക്കേണ്ട ആവശ്യമില്ല. അവനൊരു സിനിമ കാണണമെങ്കിൽ ആരുടെ മുമ്പിൽ പോയി നിൽക്കേണ്ട. അത് ക്രമേണ അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ മാനിഫെസ്റ്റോയിൽ 2500 ഉയർത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ വിലക്കാര്യത്തിന് 2500 രൂപയെങ്കിലും ഇല്ലെങ്കിൽ ഒരു യുവാവിന് എന്തെങ്കിലും കിട്ടിയെന്ന് ഫീൽ ചെയ്യത്തില്ല. 1000 രൂപ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പക്ഷേ അത് വലുതാണ്. ഇപ്പോൾ അടുത്ത ഗവൺമെൻറ് UDF-ഉം LDF-ഉം ഒക്കെ പ്രകടന പത്രിക വരുമ്പം യുവാക്കൾക്ക് കൂടുതൽ കൊടുക്കണം. കാരണം അവരുടെ നൈപുണ്യവർദ്ധനമാണ് ഈ നാടിൻ്റെ വികസനത്തിൻ്റെ നാന്ദിക്കല്ല്. അപ്പോൾ അവൻ്റെ എഡ്യൂക്കേഷനോടൊപ്പം നൈപുണ്യ വികസനത്തിന് ശ്രദ്ധിക്കണം, കൂടുതൽ ചിന്തിക്കണം, പഠിക്കണം, ബുദ്ധി ഉണ്ടാക്കണം. അതിനുവേണ്ടി അവന് കൂടുതൽ പണം കൊടുക്കണം. ഒരു 2500 രൂപ വെച്ച് കൊടുത്താലും നല്ലതാണ്. 1000 രൂപ മോശമല്ല, അപ്രിഷ്യേറ്റബിൾ, കൺഗ്രാജുലേഷൻ. ഇൻ ദി മീൻ ടൈം വി ആർ എക്സ്പെക്റ്റിംഗ് മോർ ഫോർ അവർ യൂത്ത്, എസ്പെഷ്യലി ഫോർ ദി educated ones who is trying to uplifted their talents. Yeah, of course it is highly appreciable. എന്തായാലും ഗവൺമെൻറ് ചെയ്തത് വളരെ അപ്രിഷ്യേറ്റബിൾ ആണ്. പക്ഷേ വി എക്സ്പെക്ട് മോർ. യൂത്തിന് ഇപ്പോൾ MBBS പഠിക്കുന്ന കുട്ടി, അവന് ക്യാൻറ്റീനിൽ പോയി ചായ കുടിക്കണം, അവൻ്റെ ഫീസ് അടയ്ക്കാൻ മാതാപിതാക്കൾ ഓടുന്നു, എല്ലാം കഴിഞ്ഞ് അവന് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടിക്ക് അവൻ്റെ അക്കൗണ്ടിലേക്ക് ഇച്ചിരി പൈസ വന്നാൽ അവനൊരു ചായ കുടിക്കാം, അവൻ്റെ ബുദ്ധികൂർമ്മത കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുക. ഈ പൈസയും ചായയും ചിന്തിക്കാതെ അവൻ്റെ ബുദ്ധി പഠനത്തിലും കൂടുതൽ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ മാറ്റാൻ പറ്റും. ഉച്ചയ്ക്ക് ഉണ്ണാൻ പൈസ ഇല്ലാത്തവൻ ഉച്ചയൂണിനെപ്പറ്റി ചിന്തിക്കുമോ അതോ പഠിക്കാൻ ശ്രമിക്കുമോ? അതുകൊണ്ട് നൈപുണ്യ വികസനത്തിന് വേണ്ടി യുവാക്കൾക്ക് കൊടുക്കുന്ന പണം അടുത്ത മാനിഫെസ്റ്റോയിൽ 2500 ആക്കണമെന്ന് LDF സഹോദരന്മാരോട് UDF സഹോദരന്മാരോട് അഭ്യർത്ഥിക്കുകയാണ്. നല്ലൊരു കൈവയ്പ്പാണ് LDF ചെയ്തിരിക്കുന്നത്. ഹൈലി അപ്രിഷ്യേറ്റബിൾ, പറയാതിരിക്കുന്ന നിർവാഹമില്ല. അതുമല്ല നമ്മുടെ യുവതികൾക്ക്, അതായത് വനിതകൾക്ക് 35 വയസ്സ് കഴിഞ്ഞ് 50 വയസ്സ് വരെയുള്ള 60 വയസ്സ് വരെയുള്ള വനിതകൾക്ക് കുടുംബിനികളാകാം, ആരുമായിക്കോട്ടെ, പക്ഷേ അവർക്ക് 1000 രൂപ വെച്ച് അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വളരെ നല്ല ഒരു തീരുമാനമാണ്. ആ യുവതികൾക്ക് അവരുടെ വീടുകളിൽ അവരുടെ സ്വകാര്യ ആവശ്യങ്ങളാകട്ടെ, വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങളാകട്ടെ ഒക്കെ നടത്താൻ ഈ 1000 രൂപ വലിയൊരു സഹായമാണ്. അത് ചെയ്യാൻ തീരുമാനിച്ചത് നന്നായി. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ 2000 ആക്കി. അത് ഇലക്ഷൻ അസംബ്ലിക്ക് മുമ്പ് 2500 ആക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അതൊക്കെ ഉണ്ടാക്കിയ സമൂഹത്തിലുള്ള ഇമ്പാക്റ്റ്, ഈ ദരിദ്രരില്ലാത്തൊരു നാട് പണിയാനായിട്ട് നമുക്ക് കഴിയുന്നത് ഇതൊക്കെ കൊണ്ടാണ്. 62 ലക്ഷം പേര് 2500 രൂപ വരുമാനമുള്ളവരാന്ന് പറഞ്ഞാൽ അതിൽ ചിലപ്പം ഭാര്യയും ഭർത്താവിനും കൂടെ 5000 ഉണ്ട് ആ ഭവനത്തിൽ. അവർ പെർ ക്യാപിറ്റൽ ഇൻകത്തിൽ കയറിപ്പോയില്ലേ? അവർ ദാരിദ്ര്യക്ക് മേളി വന്നില്ലേ? എന്താ അല്ലേ? എന്തൊരു സ്റ്റേറ്റാണ് ഇതല്ലേ? തീർച്ചയായിട്ടും ഈ പാത മറ്റുള്ള സംസ്ഥാനങ്ങളും പിന്തുടരണം. ഇന്ത്യയിലാകെ ഇത് വരണം. ഇന്ത്യയിലാകെ ഏത് സ്റ്റേറ്റിലാണെങ്കിലും ഇത്തരത്തിലുള്ള നൂതനങ്ങളായ കർമ്മപുഷ്ടിയുള്ള തീരുമാനങ്ങൾ വരണം എന്നാണ്. അപ്പോൾ നമ്മൾ our state should be a model for all other developments in India and also for underdeveloped countries like Somalia and all. അവർക്ക് ഇതൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അവർക്ക് ഇവിടെ വന്ന് പഠിക്കട്ടെ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ടെന്ന്. അന്യ സംസ്ഥാനങ്ങൾ വരുമാനം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. നൈജീരിയയ്ക്ക് പെട്രോൾ ഉൽപ്പാദനം ഭയങ്കര, പക്ഷേ അവിടെ ദാരിദ്ര്യം. എന്താ അവിടെ അടിയും ബഹളവും യുദ്ധവും. ക്രിസ്ത്യൻസ് ലോകത്ത് രണ്ടാമതായിട്ടുള്ളത് നൈജീരിയയല്ല, പക്ഷെ അവിടെ വംശീയ വിദ്വേഷം പറഞ്ഞ് നിർത്തി വെടിവെച്ച് കൊന്നുകൊണ്ടിരിക്കുക. അതിനെങ്കിൽ ഇപ്പം തടയാൻ ചില നീക്കുപോക്കൊക്കെ വന്നിട്ടുണ്ട്. അത് നടന്നോളും. പക്ഷേ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാവുന്നതാണ്. ഈ പട്ടിണിയെയും പരിവട്ടത്തെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാം, ഹോംലെസ്സിനെ എങ്ങനെ കൈകാര്യം, അതൊക്കെ കേരളത്തിൽ വന്ന് പഠിക്കണം. ഹോംലെസ്സിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം. ഈ നമ്മുടെ ഈ ഗവൺമെൻറ് ടെന്യൂർ തീരുമ്പോൾ കേരളത്തിൽ ഹോംലെസ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം ഒന്നെങ്കിലും ഇല്ലാതെ വരും, അല്ലെങ്കിൽ കുറയും. പിന്നെ പുതിയ ഫാമിലീസിന് വരും, അവർ വരട്ടെ, ഒരു 5 കൊല്ലമൊക്കെ ഇങ്ങനെ നിൽക്കട്ടെ. പക്ഷെ നിലവിൽ സഫർ ചെയ്യുന്ന എല്ലാവർക്കും ഭവനം എന്നൊരു കാഴ്ചപ്പാടിലെത്താൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുമ്പം മാത്രം പറയുകയും ചെയ്യാൻ മാത്രം പോരാ, സപ്പോർട്ടൂടെ ചെയ്യണം. നമ്മൾ നാടിനെ സപ്പോർട്ട് ചെയ്യണം, നാട്ടുകാരെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ തെരുവീതികൾ മാലിന്യമുക്തമാക്കണം.
ചെടികൾ വെച്ച് പിടിപ്പിക്കണം. അങ്ങനെ വിദേശികളിലൂടെ വരുമ്പം അവർക്ക് വിദേശ പക്ഷികളിലൂടെ വരുമ്പം അവർക്കും നമ്മൾ സായുജ്യം അടയാനും തക്ക വിധത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ നാടിൻ പുറത്ത് നമ്മുടെ റോഡ് സൈഡിൽ നമ്മളൊരു ചെടി വെച്ച് വെച്ചാൽ അത് സൈമൺ ലൂയിസ് നട്ട സോസാ ചെടിയാണ് എന്ന് എനിക്ക് തന്നെ അഭിമാനിക്കാൻ പറ്റും. അങ്ങനെ ഓരോരുത്തരും ചെയ്താൽ നമ്മുടെ നാട് സുന്ദരവും സുരഭിലവുമാകും. നമ്മുടെ നാട്ടിലേക്ക് ഇന്നുള്ളതിൽ കവിഞ്ഞ് ധാരാളം ടൂറിസ്റ്റുകൾ വരും. ടൂറിസ്റ്റുകൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വരുമാനം കൂടും. ഇപ്പോൾ തന്നെ ഏത് കുഗ്രാമത്തിൽ ചെന്നാലും നല്ല ടൂറിസ്റ്റ് ഹോട്ടലുകൾ കാണാം. ഇപ്പോൾ എൻ്റെ ചിങ്ങവനത്ത് എൻ്റെ ഇടതും വലതും മുമ്പിലും എല്ലാം ടൂറിസ്റ്റ് ഹോട്ടലുകളുണ്ട്. അവിടെ എല്ലാം ഫുൾ ബിസിനസ്സും ഉണ്ട്. റൂമെല്ലാം ഫുൾ ബുക്ക്ഡാണ്. കുമരകത്ത് തന്നെയല്ല ആൾ താമസം. കുമരകത്ത് കാണാൻ വന്നിട്ട് ഹോട്ടലിൽ വരുമ്പോൾ റേറ്റ് കുറവ് ചിങ്ങവനത്താണ്. ചിങ്ങവനത്തൊന്നും താമസിക്കുന്നുണ്ട്. ഹോട്ടലുകളെല്ലാം ഫുള്ളാണ്. രണ്ടോ ഹോട്ടൽ റീസെൻ്റായിട്ട് ടൂറിസ്റ്റ് ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തത്. വി ആർ സോ ഹാപ്പി. നമ്മുടെ നാടിൻ്റെ വികസനം നമുക്കൊരു പങ്കുകാരാകാം. നാടിനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാം. മാലിന്യം തള്ളരുത്. വിദേശിക്ക് എഴുതാൻ പിന്നെ നമ്മുടെ പട്ടിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതിൽ സന്തോഷമുണ്ട്. നമ്മുടെ നാട് കുതിച്ച് മുമ്പോട്ട് പോകട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്.